Welcome to Maestro Online Tutorial. This foundation course offers everything a beginner needs to get started. ഈ ഫൗണ്ടേഷൻ കോഴ്സിൻ്റെ ആദ്യ ദിനം നമ്മൾ പരിചയപ്പെടേണ്ടത് ഇംഗ്ലീഷ് ഭാഷയിലെ ലളിതമായ 3 വാക്കുകളാണ്. ആം, ഈസ്, ആർ. ഇവ മൂന്നിനും ഒറ്റ അർത്ഥമേ ഉള്ളൂ, ആണ് അഥവാ ആകുന്നു. നമുക്കിനി ഈ വാക്കുകൾ വായിക്കാം. I am, he is, she is, it is, we are, they are, you are. നിങ്ങൾക്കറിയാവുന്നതുപോലെ ഐ എന്ന വാക്കിനർത്ഥം ഞാൻ എന്നാണ്. ഐ ആം, ഞാൻ ആണ്, ഞാൻ ആകുന്നു. ഐ ആം എ ടീച്ചർ എന്നൊരാൾ പറയുകയാണെങ്കിൽ ഞാൻ ഒരു ടീച്ചർ ആണ് എന്നൊരർത്ഥം വരും. അതുപോലെ ഹീ ഈസ്, അവൻ ഇവൻ ആണ്. ഷീ ഈസ്, അവൾ ആണ്. ഇറ്റ് ഈസ് എ ടോയ്, ഇതൊരു കളിപ്പാട്ടമാണ്. വി ആർ, ഞങ്ങൾ ആണ്. വി ആർ ഫ്രണ്ട്സ്, ഞങ്ങൾ ഫ്രണ്ട്സ് ആണ്. ദേ ആർ മൈ ഫ്രണ്ട്സ്, അവർ എൻ്റെ സുഹൃത്തുക്കളാണ്. യു ആർ മൈ ഫ്രണ്ട്, നീ എൻ്റെ സുഹൃത്താണ്. ഈ രൂപത്തിൽ നമുക്കിതിനെ മനസ്സിലാക്കാം. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ വാക്കുകളുടെ കോൺട്രാക്ഷനാണ്, അതായത് ഇതിൻ്റെ ചുരുക്കരൂപങ്ങൾ. നമ്മൾ സംസാരിക്കുമ്പോൾ സാധാരണയായി ഐ ആം എന്ന് പറയണമെന്നില്ല. നമ്മൾ അതിൻ്റെ ഈ ചുരുക്കരൂപമാണ് ഉപയോഗിക്കാറ്. അതായത് ആയിം എന്നാണ് നമ്മൾ പ്രൊനൗൺസ് ചെയ്യാറ്. പക്ഷേ ഞാനിത് പറയുമ്പോഴും നിങ്ങളിൽ പലർക്കും സംശയം തോന്നാം. കാരണം നമ്മൾ പലപ്പോഴും ഇത് ഉച്ചരിക്കുന്നത് വ്യത്യസ്തമായ രീതിയിലാണ്. ചിലർ ആം എന്നെല്ലാം ഉച്ചരിക്കാറുണ്ട്. ആയതുകൊണ്ട് തന്നെ ഈ വാക്ക് എങ്ങനെ ഉച്ചരിക്കാമെന്നത്, ഈ കോൺട്രാക്ഷൻ എങ്ങനെ ഉച്ചരിക്കാമെന്നത് നമുക്ക് കേംബ്രിഡ്ജ് ഡിക്ഷണറിയിലെ ഉച്ചാരണം നോക്കി പഠിക്കാം. കേട്ടല്ലോ, ഐ ആം, ആം. ഇനി നമുക്ക് മറ്റു വാക്കുകൾ എങ്ങനെ ഉച്ചരിക്കാം എന്ന് നോക്കാം. He's, she's, it's, He's, she's, it's. ഇനി നമുക്ക് മറ്റു വാക്കുകളുടെ ഉച്ചാരണം നോക്കാം. we're, we are friends. We are friends. There. You're my friend. ഓക്കെ, ഇപ്പോൾ നമ്മൾ കോൺട്രാക്ഷൻസ് എങ്ങനെ ഉച്ചരിക്കണം എന്നത് പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ ഒരു സെൻറ്റൻസ് പാറ്റേണിലേക്ക് കിടക്കുകയാണ്. നമ്മളിപ്പോൾ പഠിച്ച ആമി, സാർ എന്നീ വാക്കുകൾക്ക് ശേഷം ഒരു നൗൺ അല്ലെങ്കിൽ അഡ്ജക്റ്റീവ് ഉപയോഗിക്കുന്നതാണ് ഈ സെൻറ്റൻസ് പാറ്റേൺ. അപ്പോൾ എന്താണ് നൗൺ, എന്താണ് അഡ്ജക്റ്റീവ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണമല്ലോ. നിങ്ങൾക്കറിയാവുന്നതാണെങ്കിലും ഞാൻ പറയാം, ശ്രദ്ധിക്കൂ. ഏതൊരു ഭാഷയിലും നെയിമിംഗ് വേർഡ്സ്, നാമപദങ്ങൾ ധാരാളമുണ്ടാകും. ഈ നാമപദങ്ങളെയാണ് ഇംഗ്ലീഷിൽ നൗൺസ് എന്ന് വിളിക്കുന്നത്. ഉദാഹരണത്തിന് ഒരു വ്യക്തിയുടെ പേര്, സ്ഥലത്തിൻ്റെ പേര്, വസ്തുവിൻ്റെ പേര്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കോൺസെപ്റ്റിൻ്റെ പേര്, ഇതൊക്കെ നൗൺസാണ്. ഏതൊരു ഭാഷയിലും നൗൺസാണ്. ഉദാഹരണം, മീന, ഇതൊരു വ്യക്തിയുടെ പേരാണ്. ഇറ്റ് ഈസ് എ നൗൺ. ഡാർജിലിംഗ് ഒരു സ്ഥലപ്പേരാണ്, ഇതൊരു നൗണാണ്. പ്ലാസ്റ്റിക് ഇതൊരു വസ്തുവിൻ്റെ പേരാണ്. സൗന്ദര്യം, ബ്യൂട്ടി ഒരു കോൺസെപ്റ്റിൻ്റെ പേരാണ്. സങ്കടം, സാഡ്നെസ്, ഇതെല്ലാം നൗൺസാണ്. എന്നാൽ എന്താണ് അഡ്ജക്റ്റീവ്? അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഈ നൗൺസിനെയെല്ലാം വിശദീകരിക്കാൻ അഥവാ
ക്വാളിഫൈ ചെയ്യാൻ ഉപയോഗിക്കുന്ന വാക്കുകളാണ്. ഉദാഹരണത്തിന് ബോയ് എന്നത് ഒരു നാമപദമാണല്ലോ, ഒരു നൗണാണല്ലോ. ബോയ്, ഹീസ് എ സ്മാർട്ട് ബോയ്. സ്മാർട്ട് എന്ന് പറയുന്നത് അഡ്ജക്റ്റീവാണ്, കാരണം സ്മാർട്ടായ ആൺകുട്ടി. ബ്രോഡ് വേ, അതിൽ ബ്രോഡ് എന്നുള്ള വാക്ക് അഡ്ജക്റ്റീവാണ്. ബ്യൂട്ടിഫുൾ ഗേൾ, ഗേൾ എന്നുള്ളത് നൗണും ബ്യൂട്ടിഫുൾ എന്നുള്ളത് അഡ്ജക്റ്റീവുമാണ്. കാരണം ഗേൾ എന്നുള്ള നാമപദത്തെ അഡ്ജക്റ്റീവായിട്ടുള്ള ബ്യൂട്ടിഫുൾ അത് ക്വാളിഫൈ ചെയ്യുന്നു, വിശദീകരിക്കുന്നു, എങ്ങനെയുള്ള പെൺകുട്ടിയാണെന്ന് പറയുന്നു. ടോൾ ഗേൾ, ഷീസ് എ ടോൾ ഗേൾ, പൊക്കമുള്ള പെൺകുട്ടി. ആ പെൺകുട്ടി എന്നുള്ളത് നൗണും ടോൾ പൊക്കമുള്ള എന്നത് അഡ്ജക്റ്റീവുമാണ്. നൗണും അഡ്ജക്റ്റീവും എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ചില ഉദാഹരണങ്ങൾ കാണാം. My name is Lisa. I'm not married. My favorite sports are football and swimming. Hi, my name is Godwin. I'm 10 years old. My brother is 18 and my sister is 14. നമ്മൾ ഈ കേട്ട ഉദാഹരണങ്ങളിലെല്ലാം ഉപയോഗിച്ചിരിക്കുന്നത് ഈ യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്ന സെൻറ്റൻസ് പാറ്റേൺ ആണ്. അതായത് ആം, ഈസ്, ആർ ഇവയിൽ ഏതെങ്കിലും ഒന്നിന് ശേഷം നൗൺ അല്ലെങ്കിൽ അഡ്ജക്റ്റീവ് ഉപയോഗിക്കുന്ന രീതി. ഉദാഹരണങ്ങളിലേക്ക് നോക്കിയാൽ മൈ നെയിം ഈസ് ലീസ. ആ എക്സാമ്പിളിൽ തന്നെ ഈസ് എന്ന വാക്കിന് ശേഷം ഉപയോഗിച്ചിരിക്കുന്ന ലിസ ഒരു നൗണാണ്, ഒരു വ്യക്തിയുടെ പേരാണ്. മൈ ഫേവറേറ്റ് സ്പോർട്സ് ആർ ഫുട്ബോൾ ആൻഡ് സ്വിമ്മിങ്. ഈ സെൻറ്റൻസിലും ഉപയോഗിച്ചിരിക്കുന്നത് നൗണാണ്. ഇനി മറ്റു ഉദാഹരണങ്ങളിലേക്ക് നോക്കാം. ജോൺ ഈസ് അഫ്രൈഡ് ഓഫ് ഡോഗ്സ്. ഇതിൽ ജോൺ ഈസ് അഫ്രൈഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ജോൺ ഭയന്നിരിക്കുകയാണ്. ഓഫ് ഡോഗ്സ് എന്ന് പറഞ്ഞാൽ അയാൾക്ക് പട്ടികളെ പേടിയാണ് എന്നർത്ഥം. ജോൺ ഈസ് അഫ്രൈഡ് ഓഫ് സ്നേക്സ് എന്നായാൽ ജോണിന് പാമ്പുകളെ പേടിയാണ്. അടുത്ത ഉദാഹരണം നോക്കാം. ഇറ്റ്സ് 10 o'clock. വി ആർ ലേറ്റ് അഗെയിൻ എന്ന് പറഞ്ഞാൽ 10 മണിയായി, നമ്മൾ വീണ്ടും വൈകിയിരിക്കുന്നു. ഇവിടെ ലേറ്റ് എന്നുള്ളത് അഡ്ജക്റ്റീവാണ്. വി ആർ ലേറ്റ്, ആറിന് ശേഷം നമ്മൾ അഡ്ജക്റ്റീവാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അടുത്ത ഉദാഹരണം നോക്കൂ. ആൻ ആൻഡ് ഐ ആർ ഗുഡ് ഫ്രണ്ട്സ്. ആൻ ആൻഡ് ഐ ആർ ഗുഡ് ഫ്രണ്ട്സ്. സാധാരണഗതിയിൽ ഐ എന്ന വാക്കിന് ശേഷം ആമാണ് ഉപയോഗിക്കുന്നതെന്ന് നമ്മൾ പഠിച്ചതാണ്. എന്നാൽ ഇവിടെ 2 പേരുണ്ട്, ആൻ ആൻഡ് ഐ ആയതുകൊണ്ടാണ് ആർ എന്ന് നമ്മൾ ഉപയോഗിക്കുന്നത്. ആൻ ആൻഡ് ഐ ആർ ഗുഡ് ഫ്രണ്ട്സ്. യുവർ കീസ് ആർ ഓൺ ദ ടേബിൾ. യുവർ കീസ് ആർ ഓൺ ദ ടേബിൾ. നിങ്ങളുടെ താക്കോലുകൾ ആ മേശപ്പുറത്തുണ്ട്. ഈ ഉദാഹരണങ്ങളിൽ നിന്നെല്ലാം എങ്ങനെയാണ് ഈ സെൻറ്റൻസ് പാറ്റേൺ ഉപയോഗിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. That's all for today. Happy learning.